ഹായ്, ഞാൻ ഡോക്ടർ സാറിന് നമ്മൾ സംസാരിക്കുന്നത് വെരിക്കോസ് വെയിൻസിനെ കുറിച്ചിട്ടാണ്. വെരിക്കോസ് വെയിൻസ് എന്ന് പറയുമ്പോൾ വെയിൻസ് വീർത്തതും വലുതുമാകുന്ന ഒരവസ്ഥയാണ്. അത് മിക്കപ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വെയിൻസിനാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. മറ്റു പല വെയിൻസിനെയും ബാധിക്കാറുണ്ട്. വളഞ്ഞതും വീർത്തതും കയറു പോലെയുള്ള രീതിയിലുമുള്ള വെയിൻസ്, അങ്ങനെ തടിച്ചിട്ടുള്ള വെയിൻസ് ആകുന്നതിന് മുന്നേ സ്പൈഡർ വെയിൻസ് പോലെ നേരിയ രീതിയിൽ സ്കിന്നിൻ്റെ പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും. മിക്കപ്പോഴും കാലുകളെയാണ് ഇത് ബാധിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളെയും ഇത് ബാധിക്കാറുണ്ട്. മറ്റു ഇന്റേണൽ ഓർഗൻസിലും ഇതുപോലുള്ള വേരിയസസ് ഒക്കെ വരാറുണ്ട്. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് ഈ വെരിക്കോസ് വെയിൻസ് ഒരു കോസ്മെറ്റിക് പ്രോബ്ലം ആകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അത് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള വെരിക്കോസ് വെയിൻസോ, പൊട്ടി ഒലിച്ച് രക്തസ്രാവം ഉണ്ടാകുന്ന വെരിക്കോസോ അൾസേഴ്സോ ഉണ്ടാകുന്ന ആൾക്കാരാണ് മിക്കപ്പോഴും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത്. വെരിക്കോസ് മെയിനായിട്ട് ഉണ്ടാകുന്നത് വെയിൻസിന്റെ അല്ലെങ്കിൽ സിരകളുടെ വാൽവുകളുടെ പ്രശ്നം കാരണത്താലാണ്. വെയിൻസ് ആണ് അല്ലെങ്കിൽ സിരകളാണ് ഹൃദയത്തിലേക്ക് തിരിച്ച് രക്തത്തെ കൊണ്ടുപോകുന്നത്. രക്തത്തെ തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാൽവ്സിന്റെ പ്രവർത്തനവും ഒപ്പം ഇതിന്റെ ചുറ്റിലുമുള്ള മസിൽസ്, ഈ വെയിൻസിന് ചുറ്റിലുമുള്ള മസിൽസിന്റെയും പ്രവർത്തനം അത്യാവശ്യമാണ്. ഈ വാൽവ്സിന്റെ തകരാറ് കാരണം ആഡിക്വേറ്റ് ആയിട്ട് ബ്ലഡിനെ പമ്പ് ചെയ്ത് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ വെയിൻസിൽ അല്ലെങ്കിൽ സിരകളിൽ ബ്ലഡ് കെട്ടിക്കിടക്കുന്നു. ആ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് വെയിൻസിനെ വലുതാക്കുകയും വീർപ്പം വയ്പ്പിക്കുകയും ചെയ്യുന്നു. മിക്കപ്പോഴും വെരിക്കോസ് വെയിൻസ് വരുന്നത് എപ്പോഴും നിന്നിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, അമിതവണ്ണം, ശരീരഭാരം കൂടുതലുള്ള ആൾക്കാർക്ക്, കുടുംബത്തിൽ ഇതിനു മുന്നേ വെരിക്കോസിന്റെ അസുഖം ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക്, പ്രായം അധികമായ ആൾക്കാർക്ക്, ഹോർമോൺസിന്റെ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ, പ്രഗ്നൻസിയുടെ സമയങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് വെരിക്കോസ് വെയിൻസ് ഉണ്ടാകാനുള്ള സാധ്യത. ഇത് നീണ്ടു നിൽക്കുമ്പോൾ പിന്നീട് ചൊറിച്ചിലുണ്ടാകാനും ചൊറിഞ്ഞു പൊട്ടാനും പൊട്ടിയിട്ട് രക്തസ്രാവം ഉണ്ടാകാനും അത് പിന്നീട് അൾസർ ആകാനും അൾസർ ഉണങ്ങാനുള്ള താമസം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ ഈ വെയിൻസിൽ ബ്ലഡ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കാരണത്താൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വെരിക്കോസിന്റെ ആരംഭം കാണുമ്പോൾ തന്നെ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇട്ട് ജോലിയിൽ ഏർപ്പെടുന്നതാണ് നല്ലത്. മിക്കപ്പോഴും ജോലിയിൽ നിൽക്കുന്നത് ഒഴിവാക്കി ഇരുന്ന് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് നല്ലതാണ്. രാത്രിയാകുമ്പോൾ കാലുകൾ രണ്ടും എലിവേറ്റ് ചെയ്ത് വെച്ച്, കാലുകൾ രണ്ടും പില്ലോ കൊണ്ട് പൊക്കി വെച്ചതിന് ശേഷം ഉറങ്ങുന്നതാണ് കുറച്ചുകൂടി നല്ലത്. വ്യായാമം ചെയ്ത് തടി കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന വെരിക്കോസ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മിക്കപ്പോഴും തിരിച്ച് മാറാറുണ്ട്. ഇങ്ങനെ ഒന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സർജനെ കാണിക്കേണ്ടത് അത്യാവശ്യമുണ്ട്. രക്തം കട്ട പിടിക്കാത്ത ഗുളിക സ്റ്റാർട്ട് ചെയ്യുകയും ഇത് സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ സർജറി ചെയ്യുകയുമാണ് നല്ലത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.